ഹായ്, ഞങ്ങളെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ തൊട്ട് വൈകുന്നേരം വരത്തെ കുറച്ച് വിശേഷങ്ങളായിട്ട് വന്നാട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം. അമ്പാടി ദോശ തിന്നാനോ ഈ അമ്പാടി ചിരിക്കട്ടോ ടാറ്റെടുത്താ അമ്പാടി ചിരിച്ച ചിരിക്ക. അപ്പോൾ ഇന്ന് കുറച്ച് തിരക്കിലാണ്. അപ്പോൾ ഇന്ന് എന്താ പറയുക, അമ്മയ്ക്ക് ഇനി ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ കുറേ ദിവസമായിട്ട് പറയണം. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും പോകാമെന്ന് കരുതി. അപ്പോൾ ചായയും കടിയൊക്കെ ഉണ്ടാക്കിച്ചിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ അമ്പാടിക്ക് ഞാൻ ആദ്യം ദോശ ഉണ്ടാക്കിയിട്ട് അവന് കൊടുത്തുട്ടോ. അപ്പോൾ ഇനി പോയി കഴിഞ്ഞാൽ ഇനി കരയില്ല വിചാരിച്ചിട്ടേ. അപ്പോൾ എന്താ പറയുക, അവന് ആദ്യം കൊടുത്തിട്ടോ ഞങ്ങൾക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ കലക്കി പറഞ്ഞ ദോശയായിട്ട് ഉണ്ടാക്കിയത്. പത്തിരിപ്പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് എന്താ പറയുക, കലക്കി പറഞ്ഞ ദോശ ഉണ്ടാക്കി. അത് പിന്നെ എളുപ്പം. പിന്നെ എനിക്ക് മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ, തലേദിവസത്തെ മീൻകറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കരുതി. കാരണം ഇനിയിപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കാനാകുമ്പോഴേക്ക് സമയം കുറച്ച് വൈകും. അപ്പോൾ പിന്നെ എന്താ പറയുക, ചായയും കറിയൊക്കെ ഉണ്ടാക്കി പോയില്ലെങ്കിൽ പിന്നെ സോനുവിന് സ്കൂളിൽ പോകുമ്പോഴേക്കും നേരം വൈകും. പിന്നെ ഏട്ടന് പോകുമ്പോൾ ചായ കുടിക്കാതെ പോകേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ ആദ്യമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ അമ്മ അവിടെ മിറ്റൊക്കെ അടിച്ചിട്ട് കേട്ടോ. അപ്പം മിറ്റൊക്കെ അടിച്ചൊരു കഴിഞ്ഞിട്ട് അമ്മ എന്താ പറയുക, വണ്ടിക്കാരനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ പറയുക, ഇവിടെ നടന്ന് പോവുകയാണെങ്കിൽ കുറച്ച് ദൂരം, കുറച്ചൊന്നും നടന്ന് പോകാണ്ട്. അപ്പോൾ എന്താ പറയുക, അവിടെ നടന്ന് പോകണ്ടല്ലോ. അപ്പോൾ ഓട്ടോറിക്ഷ വിളിച്ച് പോയി കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ തന്നെ തിരിച്ച് പോരും ചെയ്യാമല്ലോ. അപ്പോൾ റിസൾട്ട് പിന്നെ പോയിട്ട് വാങ്ങാമെന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ ആദ്യം പോയിട്ട് എന്നിട്ട് എന്താ പറയുക, ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ടാണ് പോരാലോ എന്ന് കരുതി. അപ്പോൾ വണ്ടിക്കാരപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അമ്പാടീനൊക്കെ ഡ്രസ്സ് മാറ്റി അവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്പാടീനെ കൊണ്ടുപോകണില്ലാന്ന് ആദ്യം വിചാരിച്ചിട്ട്, പിന്നെ ഇവിടെ നിർത്തി കരയും വിചാരിച്ചിട്ട് അവനെയും കൊണ്ടുപോകാൻ എഴുതിയിട്ടോ. അപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷ വരുന്നതും കാത്ത് ഇരിക്കാട്ടോ അവിടെ. അപ്പോൾ അവിടെ അത് പോയിട്ട് ചെയ്തിട്ട് വേഗം വരട്ടോ. സോന് സ്കൂളിലേക്ക് മുമ്പേക്ക് എന്താ പോയിട്ട് വേഗം വരണം. അമ്പാടിയേ ഞാൻ കേട്ടാ വേഗം ഇട്ടിട്ട് അമ്പാടി അറക്കണത് വേഗം ഇടാൻ പറ്റില്ല, അത് വലിപ്പം കൂടുതലല്ലേ. സോനു വേഗം പല്ലേക്ക് പോയിട്ട് ഇത് കുളിക്ക ചെല്ല. ഞങ്ങൾ വരുമ്പോഴേക്ക് വേഗം കുളിക്കുക പോയിട്ട്. സ്കൂളിലേക്ക് പോകാനായില്ലേ? ഞങ്ങളിപ്പോൾ വരും. ടെസ്റ്റ് ചെയ്ത് വന്നിട്ട് ഞാൻ അതിൻ്റെ റിസൾട്ട് പോയിട്ട് വാങ്ങണം. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴേക്ക് സോനു കുളിച്ച് അതിൻ്റെ ഒരുങ്ങി അവിടെ ഇരിക്കേണ്ട കേട്ടോ. മോൻ ചായ ഒന്നും കുടിച്ചിട്ടില്ല. അപ്പോൾ ഏട്ടൻ ചായ കുടിച്ചിട്ട് പോയിട്ടോ. ഓനോട് ചായ കുടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ചായ കുടിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് കുടിക്കാൻ പറഞ്ഞിട്ട് കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കും ചായ കുടിക്കണം. അപ്പോൾ അമ്പാടിക്ക് പിന്നെ ചായ കൊടുത്ത് പോയതുകൊണ്ട് നന്നായി. അല്ലെങ്കിൽ പിന്നെ കുറുമ്പ് പിടിച്ച് കരഞ്ഞിരുന്നു. അവിടെ കുറച്ച് നേരം അവിടെ നിൽക്കേണ്ടി വന്നു കേട്ടോ. അവിടെ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ കുറച്ച് നേരം നിന്നിട്ട് പിന്നെ വേഗം കാണിച്ച് വേഗം പോകുന്നുട്ടോ. ഇപ്പോൾ റിസൾട്ട് ഞങ്ങൾ പിന്നെ വന്നിട്ട് വാങ്ങിക്കോളാം പറഞ്ഞു കേട്ടോ. അവർക്ക് സോനുവിന് പിന്നെ സ്കൂളിലേക്ക് പോകാനും നേരം വൈകും വെച്ചിട്ട് ഞങ്ങൾ വേഗം പോകുന്നു ഇവിടുന്ന് കേട്ടോ. ഇജ്ജ് എങ്ങോട്ടാ അമ്പാടി പോണത്? ഇജ്ജ് സ്കൂളിലേക്ക് പോവാ? ടാറ്റെന്നാ ഇനി പോവാ സ്കൂളിലേക്ക്? അമ്പാടി ഇജ്ജും പോവാ? ഇങ്ങോട്ട് കൊണ്ടേ സോനിയോ. സോനിയോ പിന്നെ വണ്ടി വരുമ്പോൾ ഈ ഓടുമ്പോൾ കുട്ടീനെ എന്താ ചെയ്യാ? ഇങ്ങോട്ട് കൊണ്ടേ. ഞാനാവണുള്ളൂ, 9:30 ആയിട്ടുള്ളൂ. 9:45 ആവും. ഇതൂടെ കൊണ്ടേ, ഇങ്ങോട്ട് കൊണ്ടേ. ഏട്ടൻ പോവാ സ്കൂളിലേക്ക്. സ്കൂളിൽ പോയിട്ടോ. സോനു സ്കൂളിൽ പോയി. അപ്പം ഇനി തുണികളുണ്ടായിരുന്നു കുറേ മടക്കിക്കാൻ. അപ്പോൾ കടക്കയിൽ വിരിപ്പൊക്കെ ആകെ ഇതായി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മക്കൾ വലിച്ചിട്ടിട്ടെ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഞാൻ അമ്പാടീനൊന്ന് ഉറക്കണം. അമ്പാടീനെ ഉറക്കിയാലേ ഇനി ബാക്കിയുള്ള പണികൾ എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ കേട്ടോ. ചോറിന് അമ്മ അരി ഇട്ടിടണം കേട്ടോ. അപ്പം രാവിലെ ഞങ്ങൾ മട്ടരി ആട്ടോ വെക്കൽ. കാരണം എനിക്കും അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാട്ടോ മട്ടരി ചോറ്. അപ്പോൾ ഞങ്ങൾ എനിക്കും അമ്മയ്ക്കും മാത്രമായിട്ട് കുറച്ച് ചോറ് രാവിലെ വെക്കും. പിന്നെ സോനു പിന്നെ സ്കൂളിൽ പോകുമ്പോൾ ചോറൊന്നും കൊണ്ടുപോകില്ല കേട്ടോ. അവിടെ നിന്ന് ചോറ് വാങ്ങലാണ്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ പിന്നെ റേഷൻ കടയിൽ നിന്ന് നല്ല അരി കിട്ടുമല്ലോ, അത് ഇട്ടിട്ട് ചോറ് വെക്കാം കേട്ടോ. അമ്പാടി പിന്നെ കുറുമ്പുടിക്ക് തുടങ്ങി ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഓനെ ഉറക്കട്ടെ. ഓനെ ഉറക്കി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പണികളൊക്കെ നോക്കണം. അപ്പോൾ എന്താ പറയുക, ഓന് ഉറങ്ങാതെ ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല, വാശി പിടിച്ച് കരഞ്ഞോണ്ടിരിക്കും. അപ്പോൾ ഓനെ ഉറക്കിയിട്ട് ഓൻ സുഖത്തിൽ നല്ല കിടന്നുറങ്ങിയിട്ട്. അപ്പോൾ ഓൻ ഇങ്ങനെ കേട്ടോ കിടന്നുറങ്ങുക. എപ്പോഴും ശരിക്കും കിടത്തിയാലും ഓൻ കാണാൻ ഇങ്ങനെ കിടന്നുറങ്ങും കേട്ടോ. ഇങ്ങനെ കിടക്കുമ്പോൾ ഓന് നല്ല സുഖത്തിൽ ഉറങ്ങാൻ പറ്റുള്ളൂ തോന്നുന്നുണ്ട്. അപ്പോൾ എത്ര ശരിയാക്കി കിടത്തിയാലും ഓൻ ഇങ്ങനെ തന്നെ കിടന്നുറങ്ങും കേട്ടോ. പാത്രങ്ങൾ ഇട്ടിട്ട് ഞാൻ അമ്പാടീനെ ഉറക്കാൻ പോയി കേട്ടോ. അപ്പോൾ അമ്മ പാത്രങ്ങളൊക്കെ മൂറിക്കുന്നുണ്ട്. പിന്നെ ചോറായിട്ട് അപ്പോൾ ചോറൊക്കെ വറുത്തിച്ചു. ഇപ്പോൾ മീൻ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മീൻ നന്നാക്കി കറി ഉണ്ടാക്കണം. അപ്പോൾ അയില മീൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ മാന്തളും ഇട്ടിട്ടോ കുറച്ച്. അപ്പോൾ മാന്തൾ അമ്മയ്ക്ക് അങ്ങനെ വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഏട്ടനും സോനിനും ഭയങ്കര ഇഷ്ടം കേട്ടോ മാന്തൾ. അപ്പോൾ അവർക്ക് വറുത്തെടുക്കണം. അപ്പോൾ ഞങ്ങൾക്ക് 4 അയിലെടുത്തിട്ട് ഞങ്ങൾക്ക് വറുക്കും വേണം. പിന്നെ കറിയും വെക്കണം, വറുത്തരച്ചിട്ടോ. അപ്പോൾ ഒരു കയ്പ്പയ്ക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കും വേണ്ട. അപ്പോൾ ഒരു മുരിങ്ങാക്കൊമ്പ് കെട്ടിയായിരുന്നു. അപ്പോൾ അത് അമ്മ അവിടെ കുഴിച്ചിട്ടുണ്ട്. 2-3 ദിവസമായിട്ട് കൊടുന്ന് വെച്ചിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ അത് കുത്തിയിട്ടുണ്ട് അമ്മ അവിടെ. കുറേ മുരിങ്ങാക്കൊമ്പ് ഇങ്ങനെ കൊടുന്ന് കുത്തിയിട്ടോ. പക്ഷെ ഒന്നും അങ്ങോട്ട് പിടിക്കണില്ല. അപ്പോൾ ഒന്നുകൂടി നമ്മൾ കുത്തിയിട്ട് നോക്കട്ടെ അറിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറി വയ്ക്കാനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അതിന് 4 ഇല പൊട്ടിച്ചിട്ട് കറി ഉണ്ടാക്കാമല്ലോ പറയണം അമ്മ. അപ്പോൾ അവിടെ ഒരു പഴയ കിണറുണ്ടായിട്ട്. അപ്പോൾ ആ പഴയ കിണർ തൂർത്തായിരുന്നു. അപ്പോൾ അവിടെ ഇപ്പോൾ ഞങ്ങൾ കുറേ കഴുങ്ങൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ വെച്ചിരുന്നു കേട്ടോ. പിന്നെ മുരിങ്ങക്കൊമ്പ് ആദ്യം. പക്ഷേ വെള്ളം നിൽക്കണ ആയിട്ടാണ് തോന്നുന്നുണ്ട് പിടിച്ച് കിട്ടാത്തത്. വേറെ ഒരു സ്ഥലമില്ല. അപ്പോൾ എന്താ പറയുക, കയ്പ്പയ്ക്കൊക്കെ നുറുക്കി ഞാൻ വെള്ളത്തിൽ ഇട്ടിരുന്നു കേട്ടോ, മഞ്ഞളും ഉപ്പിട്ടിട്ട്. അപ്പോൾ അതൊക്കെ കഴുകി ഞാൻ അപ്പോൾ അതൊക്കെ ഉപ്പേരി ഉണ്ടാക്കണം. പിന്നെ കറി ഉണ്ടാക്കണം. അപ്പോൾ അമ്പാടി നല്ല ഉറക്കട്ടെ. അപ്പോൾ അമ്പാടി ഉണരുമ്പോഴേക്ക് വേഗമൊക്കെ ചെയ്യണം. പിന്നെ ഒന്നിനും അവൻ സമ്മതിക്കില്ല. അപ്പൊക്കെ ഞാൻ അരിഞ്ഞ് റെഡിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ വലിയ ഉള്ളി ഒരു ഉള്ളി നുറുക്കിയിട്ടുണ്ട്. പിന്നെ പച്ചമുളക് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വെള്ളം നോക്കിയിട്ടുണ്ട്. ചിലവർ കാണാൻ ആദ്യം പിന്നെ കായപ്പയ്ക്ക വാട്ടിയെടുത്തിട്ട് പിന്നെ വറവിക്കിടുള്ളൂ കേട്ടോ. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ വെള്ളം ഊറ്റിക്കളയും ചിലവർ. കാരണം എന്താ പറയുക, അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞ് പിന്നെ ഉപ്പേരി ടേസ്റ്റ് പോകും. അപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കായപ്പയ്ക്ക ഉപ്പേരി, ബീൻസ്, പയർ അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടം. കേബേജിനോടൊന്നും അത്ര താല്പര്യം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അധികം കായപ്പയ്ക്കായിട്ട് അവിടെ കൊണ്ടുവരൽ. പിന്നെ മീൻകറി ഉണ്ടാക്കാനുള്ള തക്കാളി, ചെറിയ ഉള്ളിയും പച്ചമുളകൊക്കെ നുറുക്കി ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങ പിന്നെ വറുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ വറുക്കണേൽ ഞാൻ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ കരിവേപ്പിൻ്റെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വറുത്തരച്ച് കറി ഉണ്ടാക്കുമ്പോൾ പിന്നെ നമുക്ക് എന്താ പറയുക, വേറെ രാവിലെ എന്തെങ്കിലും ചായയുടെ കടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ കറീൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതന്നെ മതിയല്ലോ. അപ്പോൾ അങ്ങനെ വറുത്തരച്ചിട്ട് അതിലേക്ക് കൊടുന്നാൽ ഉണ്ടാക്കൽ. അപ്പോൾ മാന്തളും വറുക്കാൻ വേണ്ടിയിട്ട് മസാല ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ഇനി പിന്നെ അരയ്ക്കണം. അപ്പോൾ ആദ്യം എന്താ പറയുക, തേങ്ങയിൽ ഞാൻ ചേർത്തുന്നത് മല്ലിപ്പൊടിയും മുളകും പൊടി കേട്ടോ. അപ്പോൾ അതും അതിലിട്ടിട്ട് വറുക്കണതിൽ ഇട്ടിട്ട് എന്താ പറയുക ഇതാക്കിയിട്ട് മൂപ്പിച്ചിട്ടോ. കാരണം എന്നാലേ ഒരു മണം കിട്ടും, നല്ല രസം ഉണ്ടാവും. എന്നിട്ടത് എന്താ പറയുക അരയ്ക്കണം. അപ്പോൾ ഞാൻ കറിയിലിട്ടുന്നത് വെറും മഞ്ഞൾപ്പൊടി, ഉപ്പും പിന്നെ തക്കാളിയും പച്ചമുളകും ചെറിയ ഉള്ളി ഇട്ടിട്ട് പുളി പറന്നിട്ട് ഞാൻ ആദ്യം വേവിക്കും കേട്ടോ. വേവിച്ച് കഴിഞ്ഞിട്ട് ഞാൻ മീൻ ഇട്ടിട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ ഈ അരപ്പ് അതിലേക്ക് പാരുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്നിട്ട് പിന്നെ ഞാൻ വാങ്ങാൻ നേരത്തെ ചെറിയ ഉള്ളി ഇട്ട് വറവിടുക ചെയ്യുക. അപ്പോൾ ഞാൻ അയിലമീൻ വറക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്കൊന്ന് പിന്നെ ഉള്ളിയും ഉള്ളിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അരച്ചിട്ട് അതിൽ നല്ല കുഴച്ച് വെക്കണം കേട്ടോ. അപ്പോൾ മീൻകറി ആയിട്ട് വേണം മീൻ വറക്കാൻ. അപ്പോൾ മീൻ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, പുളിയൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം പിന്നെ ഈ തക്കാളിയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെന്തപ്പോൾ ഞാൻ മീനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കറി ഉണ്ടാക്കുന്നത് നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ പുളി വയ്ക്കുള്ളൂ, മല്ലി അരച്ചിട്ട് വയ്ക്കുള്ളൂ. എപ്പോഴൊന്നും വെക്കില്ല, എപ്പോഴേലൊക്കെ ഒന്ന് വയ്ക്കും. അപ്പോൾ കൂട്ടാൻ നല്ല രസമാട്ടോ. ഇന്ന് വയ്ക്കുമ്പോൾ ഒരു മടുപ്പല്ലേ. അപ്പോൾ ഞാൻ എപ്പോഴേലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ തോന വയ്ക്കും കേട്ടോ കറി. അപ്പോൾ തോന വയ്ക്കുമ്പോൾ 2 ദിവസത്തേക്കൊക്കെ കറി ഉണ്ടാകുമല്ലോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വെക്കുക. പിന്നെ രാവിലെ ചായ കടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അയക്കി കൊടുക്കുകയും ചെയ്യാച്ചിട്ട് ഞങ്ങൾ കുറച്ച് തോന കറി ഉണ്ടാക്കും. അപ്പോൾ തേങ്ങയൊക്കെ പിന്നെ വറുത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ മീൻ വെന്തിട്ട് വേണം പിന്നെ തേങ്ങ അരച്ചത് അതിലേക്ക് പാരാൻ വേണ്ടിയിട്ടോ. ഞങ്ങൾ ഇനി ചോറുണ്ട് കേട്ടോ. അപ്പോൾ ചോറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ചോറൊക്കെ ഉണ്ണിട്ടെ. അപ്പോൾ ചോറുണ്ട് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് ഇരിക്കും കേട്ടോ. കാരണം സീരിയലൊക്കെ കാണാണ്ടാവും. അപ്പോൾ രാത്രി കണ്ട സീരിയലൊക്കെ ഉച്ചയ്ക്ക് കാണട്ടോ ഞാൻ അമ്മി. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ട് കുറച്ച് കഴിയുമ്പോഴേക്ക് ഇനി സോനിന് ചായ ഒക്കെ ഉണ്ടാക്കിയാണ്. അപ്പോൾ സോനു സ്കൂളിൽ വരുമ്പോഴേക്ക് ചായ ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ പിന്നെ
വരുമ്പോൾ തന്നെ വൈകുന്നേരം ചോദിച്ചിട്ടാണ് വരും ചായ ഉണ്ടാക്കി വെച്ചിട്ട്. അപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കി വെച്ച് അപ്പോൾ അത് കഴിഞ്ഞ് ഓന് ചായ കുടിച്ചുകൊണ്ട് ഒന്ന് കളിക്കാൻ പോകും. ഇവിടെ കുറേ കുട്ടികൾ കളിക്കുന്നുണ്ട് സ്കൂളിൽ വന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് കളിക്കാൻ പോകും, പന്ത് കളിക്കാൻ. അപ്പോൾ അങ്ങോട്ട് പോകുവാൻ. അപ്പോൾ അവിടെ പോയി കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ മേലെ കഴുകും കേട്ടോ. അപ്പോൾ ഓന് കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ മേലെ കഴുകുന്നുണ്ട്, അവിടെ മേലെ കഴുകി അമ്മ മേലെ കഴുകി അമ്മ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിക്ക് മേലെ കഴുകണം, എന്താ പറയുക. അപ്പോൾ അമ്പാടിനെ ഞാൻ ആദ്യം മേലെ കഴിച്ചിട്ട് അമ്പാടിനെ അമ്മയടുത്ത് കൊടുത്തിട്ട് അപ്പോൾ അമ്മ ഓനെയും കൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ വഴിക്ക്. അല്ലെങ്കിൽ പിന്നെ ഒന്ന് സമ്മതിക്കില്ല, വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഓനെ അങ്ങോട്ട് അമ്മയോട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മേലെ കഴുകി സന്ധ്യാനാമൊക്കെ ചൊല്ലി ചായയൊക്കെ ഉണ്ടാക്കി ഒക്കെ ഉമ്മർത്ത് കൊടുന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ വിളക്കൊക്കെ വെച്ച് സന്ധ്യാനാമൊക്കെ ചൊല്ലി കഴിഞ്ഞിട്ട് പിന്നെ ചായ അടിക്കും കേട്ടോ. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ സീരിയൽ കണ്ടിട്ട് വേണം ചായ അടിക്കാൻ. അപ്പോൾ അങ്ങനെ ഉമ്മർത്ത് ഇരുന്നിട്ട് ചായ കുടിക്കും. അപ്പോൾ സോനുവിൻ്റെ മേലൊഴുകലും ചായ അടിക്കലൊക്കെ കഴിഞ്ഞ് ഓന് എന്താ പറയുക ഇനി പഠിക്കാനുണ്ട്. അപ്പോൾ ഓനോട് കുറേ നേരമായിട്ട് പഠിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ എന്താ പറയുക ഇപ്പോൾ പഠിക്കാനിട്ട് ഇങ്ങനെ നടക്കുകയാണ് അങ്ങോട്ട്. പഠിക്കാൻ പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. ചിക്കന് വില കുറവ് അല്ല, ചിക്കന് വില കുറവല്ലേ? മീനിനത്രേ. അപ്പം മീന് കൂടുകയും ചെയ്തു, ചിക്കന് വില കുറയും ചെയ്തോ? ഇല്ല ഇല്ല ഇല്ല. ഏട്ടൻ വായിക്കണോ? ഏട്ടൻ വായിക്കണോട്ടെ. അമ്പാടിയും കിട്ടാ. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് വാർപ്പിൻ്റെ മുകളിലേക്ക് പോയിട്ട് അമ്പാടി ഒന്ന് കുറുമ്പുടിച്ചപ്പോൾ ഞാൻ വാർപ്പിൻ്റെ മുകളിലേക്ക് വാങ്ങി കൊണ്ടുവന്ന് പോയി. അപ്പോൾ അവിടെ അപ്പുറത്തെ വീട്ടിലെ റൂഹി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ, പൂച്ചക്കുട്ടി. അപ്പോൾ ഓനെ കാണാൻ വേണ്ടിയിട്ടാണ് വാർപ്പിൻ്റെ മുകളിലേക്ക് പോകാൻ വേണ്ടി കുറുമ്പെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓനെയും കൊണ്ട് വാർപ്പിൻ്റെ മുകളിലേക്കൊക്കെ ഒന്ന് പോയിട്ടോ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ വാർപ്പിൻ്റെ മുകളിൽ നിന്ന് കാഴ്ച കാണാൻ നല്ല രസമല്ലേ. അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം നിന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.